എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഇതുപോലൊരു സാധനം കട്ട് ചെയ്തിട്ടില്ല. ഒന്നാമത് സാധാരണ മീൻ പോലെയല്ല, ഈ സ്രാവ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാ മീനും ഞാനൊരു വിധം കട്ട് ചെയ്യും. സ്രാവ് പക്ഷേ ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. ചിലവർ പറയും ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി സെറ്റാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ പിന്നെ സ്രാവ് കറി വെച്ച് കഴിഞ്ഞ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് മുറിക്കാനാണ് പാട്. എങ്ങനെയെന്തോ അറിയില്ല. എന്നാലും ഇപ്പം മുറിക്കാതെ വേറെ വഴിയില്ലല്ലോ. ഭയങ്കര ഹാർഡാണ് ഇതിൻ്റെ തൊലിയൊക്കെ വന്നിട്ട്. നമ്മളെങ്ങനെ മുറിക്കാൻ നോക്കിയാലും കഷ്ടപ്പാട് തന്നെയാണ്. കൈയൊക്കെ വേദനിക്കും വല്ലാതെ. അതാണ് സാധാരണ മീൻ നമുക്കൊരുവിധം എങ്ങനെയെങ്കിലും ഒക്കെ മുറിച്ചെടുക്കാം. ഇത് പക്ഷെ തൊലി കളയണം. തൊലി കളയാന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇതിപ്പോൾ കത്രിയൊന്നും ഏൽക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ളതിലും വെച്ച് ഏറ്റവും മൂർച്ചയുള്ള കത്രി ഇതാണ്. ഇതുപോലെ ഇതിൽ ഏൽക്കുന്ന പോലുമില്ല. ഇതിപ്പോൾ ഇതിൽ ഈ സ്രാവിൽ ഞാനൊരു കുത്തമ്മിനാറ് പണിയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരവസ്ഥ. ഇവിടെ അടുത്ത് ആദ്യം ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവർക്കത് കട്ട് ചെയ്യാനൊക്കെ അറിയാം. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ അവിടേക്കാണ് പോവാറ്. പക്ഷേ ഇപ്പം അവരവിടെ ഇല്ല. അതൊക്കെ അയ്യോ ഇതിൻ്റെ കുഞ്ഞായിരിക്കും അത്. ഇതിനെ പോലെ തന്നെ ഉണ്ട്. അയ്യോ പാവം. ഇനി ഇത് വിഴുങ്ങിയതാണോ ഇതിൻ്റെ കുഞ്ഞ്? ഒരു കുട്ടിയായിട്ടുണ്ടാവൂ. എന്തായാലും ഒരു കൊച്ചു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. അല്ല, ഒരു സ്രാവ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുട്ടി സ്രാവ് ഫ്രീ. എന്തായാലും നോക്കാം, നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. ഈ സാധനം എടുക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എന്തോ ആണിത്. നമ്മളിപ്പോൾ ഈ ഇണർ അങ്ങനെ പറയുമല്ലോ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് പൊതുവെ എടുത്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഒരു പാത്രം മാറ്റിയിടാം. അയ്യോ ഇതിനി എങ്ങനെയെന്തോ ഈ തോലൊന്ന് ഇളകി വരുന്ന പോലുമില്ല. ചെറുതായിട്ട് പോലും ഈ തോലൊന്നും ഇളകി വരുന്നില്ല. നമുക്കിത് കുത്തനെ മുറിച്ചാലോ? എങ്ങനെയായാലും ഒരു സംശയമില്ല. ഇത് വയ്യ. ഇനി കുറച്ച് നേരം റെസ്റ്റ്.
ഈ സ്രാവ് കഷ്ണങ്ങളാക്കിയത് കണ്ടാൽ തന്നെ അറിയാം അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല എന്നുള്ളത്. ഒരു വിധത്തിലാണ് അതിൻ്റെ തൊലി വലിച്ചൂരിയെടുത്തത്. സാധാരണ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവരത് കട്ട് ചെയ്തിട്ടാണ് തരാറ്. ഇത്തവണ നമ്മൾ വാങ്ങിയ കടയിലെ ആൾക്കതൊരു ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിച്ചല്ല. ഒരിക്കലും ഇങ്ങനൊരു ഇതിൽ ഞാൻ വാങ്ങില്ല, ഇനി എൻ്റെ ജന്മത്തിൽ ഞാനിങ്ങനെ വാങ്ങിക്കില്ല. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് ഇതിൻ്റെ തൊലി പൊരിച്ചെടുത്തത്. അപ്പോൾ കറി വെക്കാനായിട്ട് നമ്മൾ പച്ചമുളക്, തക്കാളി, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്രാവിൻ്റെ കഷ്ണം ഇട്ടു. എന്നിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തേങ്ങ അരച്ചെടുത്തു. നന്നായിട്ട് പുളി പിഴിഞ്ഞു. സ്രാവിൻ്റെ കറിക്ക് ഒരു ഇത്തിരി പുളിയൊക്കെ അധികം നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ്. മാങ്ങ ഉണ്ടെങ്കിൽ അതിനേക്കാളും രസമായിരിക്കും, പക്ഷേ എനിക്ക് മാങ്ങ കിട്ടിയില്ല. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട്, ഇളയ സ്രാവിൻ്റെ കുട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി റെഡിയാവും. നമ്മൾ അധികം കുറേ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവയും ചെറിയുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കാം. അത്രയേ ഉള്ളൂ. കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇത് മുറിക്കാൻ മാത്രമാണ് ബുദ്ധിമുട്ട്. പക്ഷേ ഇതൊക്കെ ഈസി ആയിട്ട് മുറിക്കുന്ന എത്രയോ പേരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ടാൽ തോന്നും അയ്യോ ഇതിപ്പോൾ എന്താന്നൊക്കെ. പക്ഷേ ഇത് മുറിക്കാൻ അറിയാത്തവർക്ക് അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.